ഗോവിന്ദസ്വാമി വലിയ തെറ്റ് ചെയ്തിട്ടുള്ളൊരു ക്രിമിനലാണ്. പക്ഷേ നമ്മൾ ക്രിമിനൽസിനെ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ ജയിലിൽ കൊണ്ടുപോയി ഇടുന്നത് ഒരു പുനർവിചാരത്തിന് വേണ്ടി. അയാൾ തെറ്റ് ചെയ്തതിന് ശിക്ഷ കൊടുക്കുന്നു. ആ ശിക്ഷയുടെ ഒരു ആധുനിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ആ തെറ്റ് ചെയ്ത ആളെ ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ അയാളെ പിന്നീട് ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാവുന്ന തരത്തിൽ അവിടെ ഒരു വിദ്യാഭ്യാസം കൂടി കൊടുക്കേണ്ടതുണ്ട്. കലയിലൂടെയും സാഹിത്യത്തിലൂടെയും സംഗീതത്തിലൂടെയും പണിയെടുപ്പിച്ചും തൊഴിൽ ചെയ്യിപ്പിച്ചും ഒക്കെ കുറച്ചും കൂടി മെച്ചപ്പെട്ട മനുഷ്യനാവാനുള്ള ഒരു അവബോധം ഉണ്ടാക്കുന്ന സാഹചര്യം കൂടി അവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. പലയിടത്തും ഇപ്പം ഉണ്ടാക്കുന്നുണ്ട്, പുറത്തൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ ഈ പുറത്തിരിക്കുന്ന ആളുകൾ ഇനിയിപ്പോൾ അവർ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അവരെ ഒരു വലിയ കുറ്റവാളികളായിട്ട് തന്നെയാണ് എപ്പോഴും കാണുക. പക്ഷെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ജയിലിൽ പോകുന്നവർ മാത്രമാണ് കുറ്റം ചെയ്തവരെന്നും ശിക്ഷിക്കപ്പെടുന്നവരെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മളീ പുറത്തിരിക്കുന്ന നമ്മളൊക്കെ എത്രയോ തെറ്റുകൾ ചെയ്യുകയും എത്രയോ ശിക്ഷകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവരുമാണ്. ആ നമ്മളും സത്യത്തിലൊരർത്ഥത്തിൽ ജയിലിൽ തന്നെയാണ്. പക്ഷെ ഈ പ്രത്യക്ഷത്തിലുള്ള ജയിലല്ല എന്ന് മാത്രം. ഇപ്പോൾ ജയിലിലല്ലാതിരിക്കുന്ന ഒരാൾ പോലും ഇല്ല എന്നാണ് ഞാൻ പറയുക. കാരണം നമുക്കൊക്കെ തെറ്റ് പറ്റുന്നുണ്ട്, വീഴ്ചകൾ പറ്റുന്നുണ്ട്. അപ്പോൾ വീഴ്ചകൾ പറ്റിയ ആളുകളെ ആജീവനാന്തം ഒരു കുറ്റക്കാരനായി മനസ്സിൽ കരുതാത്തൊരു സമൂഹം നമുക്കുണ്ടാവണം. അവരെ ജീവിതത്തിൻ്റെ സമാധാനത്തിലേക്കും വെളിച്ചത്തിലേക്കും കൊണ്ടുവരാൻ ഏതൊക്കെ തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള സപ്പോർട്ട് എല്ലാവരും ചെയ്യുകയും കൂടി വേണം. ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ ശിക്ഷയില്ലാതാക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ സാമൂഹികതയിൽ തെറ്റ് ചെയ്ത മനുഷ്യനെ ശിക്ഷിക്കുന്നതിലൂടെ മാത്രമേ പല കാര്യങ്ങളിലും പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. പക്ഷെ ശിക്ഷ ഒരു അവസാന വാക്കല്ല എന്നുള്ളിടത്ത് എത്തുമ്പോഴാണ് നമ്മൾ ആധുനിക മനുഷ്യനാവുക. ശിക്ഷയോടൊപ്പം തന്നെ അവന് സമാധാനമുള്ള ജീവിതത്തിലേക്ക് വരാനുള്ള എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവും സാംസ്കാരികമായിട്ടും സാഹിത്യപരമായിട്ടും ഒക്കെ കായികമായിട്ടൊക്കെ കൊടുക്കുകയും കൂടി വേണ്ടതുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചേർത്ത് പിടിക്കേണ്ടതുണ്ട്, ശ്രദ്ധയോടുകൂടി ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരു കുറ്റവാളി ആജീവനാന്തം നമ്മുടെ ഉള്ളിൽ കുറ്റവാളി ഇപ്പം തന്നെ നോക്കൂ, നമ്മളൊരു ചെറിയൊരു ആരോപണം ഒരാൾക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പക്ഷെ അതിൻ്റെ ന്യായമുണ്ടോ ശരിയുണ്ടോ എന്നൊന്നും പരിശോധിക്കാതെ നമ്മൾ ആജീവനാന്തം അയാളെ ഒരു കുറ്റവാളിയായിട്ട് അങ്ങ് കാണും. ഇനി അഥവാ ഒരാൾ തെറ്റ് ചെയ്ത് അയാൾ ശിക്ഷ അനുഭവിച്ച് തിരിച്ചു വന്ന് എത്ര നല്ല വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളായാലും ആ തെറ്റ് ചെയ്ത ആ കുറ്റവാളിയെ തന്നെ നിരന്തരം കാണുകയും ആ രീതിയിൽ അയാളെ വിളിച്ചുകൊണ്ടിരിക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പറയുന്നത് അയാൾ അനുഭവിക്കുന്ന വേദന എത്രയായിരിക്കും. അപ്പോൾ ഒരു കുറ്റവാളിയിൽ കുറ്റം ചെയ്യാത്ത ഒരു മനുഷ്യനും കൂടി ഉണ്ട് എന്ന് കാണാനുള്ള ഒരു മനസ്സ് കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ശരിക്കും. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി വളരെ ക്രൂരനായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഒരു സംശയമൊന്നുമില്ല. അദ്ദേഹം ഈ സമൂഹത്തിൽ തുറന്ന് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ഭീതിജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആ ആളെ പിടിക്കാൻ വേണ്ടി ആർത്ത് കൂടിയ ആ ആൾക്കൂട്ടത്തിൻ്റെ ഒരു വയലൻസ് ഉണ്ട്. അവനെ അരച്ച് കൊല്ലണം, ചവിട്ടി അരക്കണം എന്നൊക്കെ പറയുന്ന ആ ആളുകളുടെ ഉള്ളിലുള്ള വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തിന്മക്കെതിരെ പ്രതികരിക്കുന്ന വയലൻസ് ആണെന്നാണ്. അങ്ങനെയല്ല. അത് എല്ലാ മനുഷ്യരിലും സന്ദർഭം വരുമ്പോൾ ഒരു ഗോവിന്ദസ്വാമി ആവാനുള്ള ഒരാളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഈ ആൾക്കൂട്ട ആക്രമണ മനസ്സ് എന്ന് പറയുന്നത്. അപ്പം അതും കൂടി ഉണ്ട്. കാരണം നമ്മൾ വിചാരിക്കുകയാണ് നമ്മളെന്തോ അയാളങ്ങ് നടുറോട്ടിലിട്ട് എല്ലാവരും കൂടി ചവിട്ടി അരച്ച് കൊന്നാൽ നമ്മളൊക്കെ നല്ല നീതി ചെയ്തു എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അപ്പം മനുഷ്യനിലെ അക്രമവാസന എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആൾക്കൂട്ടത്തിൻ്റെ ഒരു അക്രമം എന്ന് പറയുന്നത്, ഒരു നീതിയില്ല അവിടെ. അപ്പോൾ ഞാനിങ്ങനെ കാണിയിരുന്നു ഗോവിന്ദസ്വാമിനെ പിടിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യരുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഉണർന്നു വരുന്ന ആ ഒരു ആക്രമണ വാസനയുണ്ട്. അതും നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അത്ര നല്ലതൊന്നുമല്ല. ഗോവിന്ദസ്വാമിനെ തിരിച്ചു പിടിച്ച് ജയിലിൽ കൊണ്ടിടണം, അതൊന്നും കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ സമയത്ത് ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ഉണരുന്ന ഒരു അക്രമവാസന ഉണ്ടല്ലോ, അതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട, അതും ജയിലിൽ അടക്കപ്പെടേണ്ട അക്രമമാണ്. നമ്മളിവിടെ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അവരത് ചെയ്തോളും വൃത്തിയായിട്ട്. പക്ഷെ അവരെപ്പോലും തള്ളി മാറ്റി
ആർത്തലച്ച് അവനെ നടുറോട്ടിലിട്ട് കൊല്ലണം എന്ന് പറയുന്ന ആൾക്കൂട്ടത്തിൻ്റെ മനസ്സ് ജയിലിൽ അടക്കപ്പെടേണ്ട മനസ്സ് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ചികിത്സിക്കപ്പെടേണ്ട മനസ്സ് തന്നെയാണ്.